80 to 85 വയസ്സായി മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം. 80 to 85 വയസ്സാവണം അദ്ദേഹത്തിന്. 80-85 വയസ്സായ മമ്മൂക്കയെ വെച്ചിട്ട് സിനിമ ചെയ്യണം. അവാർഡിന് വേണ്ടി നമുക്കൊരു സിനിമ ചെയ്യാം. എത്ര സിനിമകൾ കേരളത്തിൽ വന്ന് പോകുന്നു. അവാർഡിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. മാത്രമല്ല അന്തർദേശീയ മേളകളൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾക്കൊന്നും അവിടെ പോകാനുള്ള പൈസയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബോളിവുഡിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നായകരായിട്ട് അഭിനയിക്കുന്ന സിനിമാ അഭിനേതാക്കൾക്ക് ഒരു പ്രത്യേക ക്ഷണിതാക്കി ആലോചിക്കണം. സിനിമ മേക്ക് ചെയ്ത ഡയറക്ടർക്കൊന്നും അവിടെ ഒന്നുമില്ല, നമ്മളെ ഫ്രീ പോകണം. ഒരു സിനിമ നമ്മളെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സ്പോട്ടിനെ ഉണ്ടാക്കുന്നു, അനുഭവിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അതാണ് സിനിമ. അല്ലാതെ 2 മണിക്കൂർ വന്നിട്ട് 2 മണിക്കൂർ ത്രില്ലടിപ്പിക്കണമെന്ന് ഞാൻ പറയാം. എനിക്ക് 1 മിനിറ്റ് അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. രജിസ്റ്റർ ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായ ഒരു അച്ഛൻ്റെ മകനാണ്. അച്ഛൻ ഉച്ചവരെ ജോലി ചെയ്യുകയും ആ ഓഫീസ് അടിച്ചു വാരുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് വരും. പക്ഷെ ആദ്യകാലങ്ങളിൽ ഞാൻ ഭയങ്കര സവർണനായ ജന്മിയായ ഒരാളായിട്ടാണ് ഉടലാഴ കാലത്ത് സിനിമാ വിമർശകരായ കുറേ മനുഷ്യർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചിലപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയണമെന്നൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെറ്റിൽ എൻ്റെ സെറ്റ് തന്നെ പറയാം, എൻ്റെ സെറ്റിൽ ഞാൻ അങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് ആവശ്യത്തിന് അധികമുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ഈ സിനിമാ ഫീൽഡിലെ പല കഥകളും ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഭയങ്കര പേരൊന്നും പരാമർശിക്കോട് ഭയങ്കരമായിട്ട് ഡയറക്ടേഴ്സ് ആക്ടർ അല്ലെ ആക്ടറുടെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ ഒന്നും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന സംഭവം പലപ്പോഴും അനാവശ്യമായിട്ടുള്ള കുറേ ഹെഡ് വെയിറ്റിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷെ ഇത്തരത്തിലൊരു ആളുകളുടെ കൂട്ടായ്മ, സ്നേഹത്തോട് വരുന്നൊരു കൂട്ടായ്മയുടെ ഏറ്റവും മികച്ച സൃഷ്ടി വരുന്നത് എന്നുള്ളത് അവരും കൂടിയും അത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ഈ അന്താരാഷ്ട്ര മേളകളിൽ സിനിമ പ്രദർശിക്കപ്പെടും, ഓരോ പ്രാവശ്യം പ്രദർശിപ്പിക്കപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, നമ്മുടെ സിനിമ ഒരു സംഭവം ആസ്വദിച്ചിട്ടുണ്ടോ? ആ സംഭവം എന്താണ്? ശരിക്കും നിങ്ങളെല്ലാം ഇങ്ങനെ പുതിയ ചോദ്യം ചോദിച്ചാൽ ഞാനിങ്ങനെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ സിനിമയുടെ ആദ്യത്തെ സ്ക്രീനിങ് ആണ്. ആദ്യത്തെ സ്ക്രീനിങ്ങിന് എങ്ങനെയാണ് തിയേറ്റർ അനുഭവം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്രാവശ്യം IFFKയിലായിരുന്നു ആദ്യത്തെ സ്ക്രീനിങ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഇപ്പോൾ കമൽ സാറ് 1 മണിക്കൂർ മുന്നേ തിയേറ്ററിനകത്ത് അടുത്ത ഷോ കഴിഞ്ഞ് ഒട്ടനെ വന്നിട്ട് അദ്ദേഹം ഏറ്റവും നല്ല സീറ്റിലിരുന്നു. അങ്ങനെയുള്ള കുറേ ആളുകൾ ആ ഇരിപ്പിൽ അവിടെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് തിയേറ്റർ ഫുള്ളായിട്ട് വീണ്ടും അത്രയും ആളുകൾ കൂടെ നിന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ എനിക്ക് ടെൻഷൻ. പക്ഷെ സിനിമ കഴിഞ്ഞു കൈയിട്ട് തുടങ്ങിയതോടുകൂടി ഞാനൊന്ന് ചില മനുഷ്യരെ നമുക്കറിയാം, അവർ വന്നിട്ട് അവർ ചിലപ്പോൾ നമ്മളെ മിണ്ടാതെ പോകും, കാണാതെ പോകും. പക്ഷെ അവർ വന്നിട്ട് ഒന്ന് നോക്കി ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നമുക്കറിയാം ഈ സിനിമ എവിടെ നിൽക്കുന്നു എന്ന്. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആവും. ആദ്യത്തെ 1-2 സിനിമ മാത്രം. രണ്ടാമത്തത് ഞാൻ സിനിമ കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെന്താണ് പ്രശ്നം, അടുത്ത സിനിമ ഞാൻ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ എങ്ങനെ ആക്കാമായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സാണ് എൻ്റെ സിനിമ, അതുമായിട്ട് എനിക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇമോഷണൽ ആവുന്നതെന്ന് വെച്ചാൽ സിനിമയെ ബോധപൂർവം ഞാൻ നേരത്തെ പറഞ്ഞ ചില ടൂളുകൾ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പത്തിൽ പോലും നമുക്ക് ഉണ്ടാവാത്ത രീതിയിൽ അതിനെ വേറൊരു തരത്തിൽ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ സിനിമ കഴിഞ്ഞു, തന്തപ്പേര് വിട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത്, അല്ല ഞാൻ വേറെ ആകെ ഇങ്ങനെ. അതെ ശരിക്ക് നമ്മുടെ കയ്യിൽ ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയായി ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന മൊമെൻ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആക്ടേഴ്സും എല്ലാം റെഡി ആയി നാളെ മുതൽ എൻ്റെ ക്യാമറ ഓൺ ആവും എന്ന് പറയുന്ന ആ മൊമെൻ്റ് ആണോ, എല്ലാം കഴിഞ്ഞ് സിനിമ ആയി സംവിധാനം ഉണ്ണികൃഷ്ണൻ ആവള എന്ന സ്ക്രീനിൽ കാണിച്ചപ്പോഴാണ് എപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നു? അതായത് അവസാനത്തെ ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ ആവളയൊക്കെ അപ്പുറത്ത് സിനിമയുടെ പേര്, സിനിമ സ്ക്രീനിൽ വന്നിട്ട് സിനിമയുടെ പേര്, അത് നിങ്ങൾ ഇപ്പം ഉടലാഴം, തന്തപ്പേര്, അടുത്ത സിനിമയുടെ പേര്, അങ്ങനെ പേരൊക്കെ മുന്നേ ഇട്ട് വെച്ചിരിക്കണം. അപ്പം ഈ സാധനം സ്ക്രീനിൽ അതിൻ്റെ ഫോണ്ടിൽ വന്ന് തെളിയുന്നൊരു സമയത്ത് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. പിന്നെ എനിക്കൊന്നും സിനിമയിൽ എന്നെ അങ്ങനെ അത്ര എക്സൈറ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ എന്താ പറയുക ദേശീയ മത്സരത്തിലേക്ക് IFFKയിൽ തിരഞ്ഞെടുത്തപ്പോൾ സന്തോഷമുണ്ടായി. അതിനേക്കാളൊക്കെ സിനിമാ അനുഭവത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ 2 സമയം എന്ന് പറയുന്നത് ഉടലാഴത്തിന് എനിക്ക് അഡ്വാൻസ് തന്ന ദിവസം. കാരണം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അഡ്വാൻസ് തന്ന 30,000 രൂപയോ. അഡ്വാൻസ് തന്ന ദിവസം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല.
കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ചെക്ക് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുനിമാഷ് നീ ഇത്രയും 30,000 രൂപയ്ക്ക് ഇത്ര എക്സൈറ്റ് ആവാൻ. അപ്പം ഞാൻ 30,000 രൂപയല്ല, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു വഴിയിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഒരാൾ എന്നെ വിശ്വസിച്ചു എന്നുള്ളതിന്റെ ഒരു അതാണ്. അല്ലാതെ എനിക്കൊരു മാസം അധ്യാപകം എന്നുള്ള എൻ്റെ സാലറി ഇല്ല. ഇത് വേറൊരു സാധനം. ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ ഒരു പൈസ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഒന്ന്. പിന്നെ രണ്ടാമത് കമൽ സാറിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാനായിരുന്നു അന്ന് DC ബുക്സിന് വേണ്ടി എഴുതി, മാധ്യമത്തിന് കണ്ടെച്ചെഴുതി, പിന്നെ ആത്മാവൻ പുസ്തകത്താൾ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് നൽകിയ ഒരു അനുഭവമുണ്ട്. കാരണം ഞാൻ മുന്നിലിരുന്ന് കേൾക്കുകയാണ്. മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ട് വളരെ അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ ആരാധനയോട് കാണുന്ന ആളുകളുടെ ശിഷ്യനായിട്ട് വന്ന കമൽ സാറ്, എൻ്റെ എന്താ പറയുക, എൻ്റെ ഗുരുസ്ഥാനീയനായി നിൽക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പതർച്ചകൾ, തളർച്ചകൾ, വളർച്ചകൾ, ഉയിർപ്പുകൾ, ഇതൊക്കെ ഒരു ജീവിതത്തെ നമ്മളിങ്ങനെ ഇതിനേക്കാൾ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കേൾക്കുക, അതെഴുതുമ്പോൾ നമ്മൾ അദ്ദേഹം കടന്നുപോയ മാനസികാവസ്ഥയിലൂടെ വീണ്ടും അദ്ദേഹം ആവുക. ഇതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തിരുന്നു. അപ്പോൾ സിനിമ എവിടെ വീഴുമെന്ന് നമുക്കറിയാം, എവിടെ തുടങ്ങുമെന്ന് നമുക്കറിയാം. കാരണം അന്ന് എനിക്ക് 30,000 രൂപ ഞാൻ അഡ്വാൻസ് വാങ്ങുന്ന സമയം ഞാൻ എക്സൈറ്റഡ് ആകുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു നാളെ ഇത് നടന്നില്ലെങ്കിലോ എന്ന്. കാരണം അദ്ദേഹം അങ്ങനെ നിന്നൊരവസ്ഥ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് സിബി സാറിൻ്റെ കൂടെയും ഞാൻ എഴുതാൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് എഴുതി തുടങ്ങി. അപ്പോൾ അപ്പോഴും നമുക്ക്, പക്ഷേ കമൽ സാറിൻ്റെ കൂടെ എഴുതുമ്പോൾ ആദ്യ അനുഭവമാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. രണ്ടാമത് വേറൊരു പുസ്തകം എഴുതുമ്പോൾ നമുക്ക് അത്ര കിട്ടണമെന്നില്ല, കാരണം നമുക്കറിയാം ഏകദേശം ഇതിങ്ങനെയാണ് പോവുക എന്ന്. ആ സമയത്ത് ആദ്യത്തെ ദിവസം ഒരു പരിചയമില്ലാത്ത എന്നെ വിളിച്ച് ഇത് ചെയ്തു. അപ്പോൾ അന്ന് മാധ്യമത്തിൽ PK ആണ്, പാറക്കട സാറാണ് എഡിറ്റർ. അപ്പോൾ വെറും ഒരു 2, 3, 4 ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ് കമൽ സാർ എന്നെ ഇരുത്തുന്നത്. അപ്പോൾ കമൽജി കഴിഞ്ഞു, ഇത് പ്രസിദ്ധീകരിച്ചു വന്നിട്ട് അന്ന് രാത്രി 10:15 കഴിഞ്ഞിട്ടുണ്ടാവും കമൽ സാർ എന്നെ വിളിച്ച് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചു. എഴുതുന്ന ആൾ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് എനിക്ക് ആ വാക്കുകൾ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ, ഞാൻ എഴുതിയത് കുറുക്കി കൊണ്ടുപോകും, ഹൃദയത്തിൽ കൊണ്ടുപോകും എന്ന് തിരിച്ചറിഞ്ഞു ഞാൻ. ഇതായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സിനിമ തന്ന സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ആവിഷ്കരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭംഗി, കനം കുറയ്ക്കും, എൻ്റെ ഭാരം കുറയും. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, നിങ്ങൾ IFFK മുമ്പ് എന്നെ കാണുമ്പോൾ തന്തപ്പേര് പുറത്തിറങ്ങാതെ കണ്ടപ്പോൾ ഞാനല്ല ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്. 5 മാസം മുമ്പ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഒന്നുമില്ല, ഞാൻ സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഡിസ്റ്റർബ്. അതൊരു ഗർഭാവസ്ഥ. ഓക്കെ, ഇത് സംസാരിക്കുമ്പോൾ നമ്മുടെ സിനിമയുടെ നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ അടുത്ത് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ഞാനിപ്പോൾ ലാസ്റ്റ് സിബി സാറോട് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ ചോദിച്ചപ്പോൾ സിബി സാറോട് ഞാൻ ചോദിച്ചു, സിബി സാർക്ക് ഇനി ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യണം? കാരണം ഒരുപാട് ആക്ടേഴ്സിനെ വളർത്തിയെടുത്ത ആളാണ്, അവരുടെ ഇമോഷൻസ് പകർത്തിയ ആളാണ്. അപ്പം ആൾ പറഞ്ഞു ഫഹദ് ഫാസിൽ എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഇതേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ആസ് എ ഡയറക്ടർ എനിക്ക് ഇന്ന ആളുടെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണോ, അതല്ല ഇന്ന ഒരു സാധനം ചെയ്തതിന് ശേഷം, അതായത് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് പറ്റുന്ന ആളെ തപ്പം, അങ്ങനെയാണോ? അതായത് മൈൻഡിലുള്ളൊരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും നമ്മളിപ്പോൾ എപ്പോഴും സിനിമ സ്വപ്നം കണ്ട് നടക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുമല്ലോ, ഇയാളെ വെച്ചിട്ട് എനിക്കൊരു, കാരണം ഓൾറെഡി ഡയറക്ടറായി 2 സിനിമ ചെയ്തു, ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു കലക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവം മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു? 80 to 85 വയസ്സായി മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം. 80 to 85 വയസ്സാവണം അദ്ദേഹത്തിന്. 80-85 വയസ്സായ മമ്മൂക്കയെ വെച്ചിട്ട് സിനിമ ചെയ്യണം. ഗുഡ്, നല്ലൊരു ഡ്രീമാണ് സംഭവം. ഞാൻ കാത്തുനിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു സമയത്തേക്ക് അവിടേക്ക് എത്തും. ഓക്കെ, ഗുഡ്, നല്ല കാര്യം. കാരണം ഞാനത് ചോദിക്കാം, ആ ചോദ്യത്തിന് കാരണം ആ ഉള്ളിലുള്ളൊരു സ്വപ്നമാണ് നമ്മുടെ. അത് സ്വപ്നം എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് ആഗ്രഹമാണ്, ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു സിനിമ എന്ന് പറയുമ്പം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ ഒരു 80 വയസ്സ് to 85 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്താണോ ആ പ്രായത്തിൽ എനിക്ക് അഭിനയിപ്പിക്കാൻ കഴിയും. അത് ഭയങ്കര കോൺസെപ്റ്റാണ്. ഓക്കെ, നല്ല കാര്യം. ഞാൻ ഇത് കാരണം എപ്പോഴും ഉള്ളിലൊരു, നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയില്ല, പക്ഷേ ഉള്ളിൽ. ഓക്കെ, അതെന്തായാലും ഒരു ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, എപ്പോഴെങ്കിലും എങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നടക്കട്ടെ എന്ന് ആശംസിക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിനിമകൾ അവാർഡിന് വേണ്ടി ചെയ്യുന്ന സിനിമകളാണോ, അതോ സിനിമ അവാർഡിലേക്ക് എത്തിപ്പെടുന്നതാണോ? രണ്ടാമത് പറഞ്ഞതാണ് ശരി. അവാർഡിന് വേണ്ടി ചെയ്യുന്ന സിനിമകൾ ഇല്ല. കാരണം അവാർഡിന് വേണ്ടി ചെയ്യുന്ന സിനിമ ഈ പറയുന്ന രീതിയിൽ, അതുകൊണ്ടല്ലേ 2 സിനിമ കൊണ്ട് എനിക്ക് ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാർക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നത്. അവാർഡിന് വേണ്ടി നമുക്കൊരു സിനിമ ചെയ്യാം. എത്ര സിനിമകൾ കേരളത്തിൽ വന്നു പോകുന്നു,
അവാർഡിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. ഇപ്പം മാത്രമല്ല അന്തർദേശീയ മേളകളൊക്കെ ഒരു പരിധിവരെ സിനിമയെ സൃഷ്ടിക്കപ്പുറത്തേക്ക് ഒരു പ്രൊഡക്റ്റായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടാസ് ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഫെസ്റ്റിവലിൽ ആളുകളെ കൂട്ടേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഡൽഹി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഇപ്രാവശ്യം വീണ്ടും ഒന്ന് പുതുക്കി വന്നിട്ടുണ്ട്. അതിൽ ഡിറക്ടേഴ്സിന് ഞങ്ങൾക്കൊന്നും അവിടെ പോകാനുള്ള പൈസയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബോളിവുഡിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നായകരായിട്ട് അഭിനയിക്കുന്ന സിനിമാ അഭിനേതാക്കൾക്ക് ഒരു പ്രത്യേക ക്ഷണിതാക്കളെ ആലോചിക്കണം. സിനിമ മേക്ക് ചെയ്ത ഡയറക്ടർക്കൊന്നും അവിടെ ഒന്നുമില്ല, നമ്മളെ ഫ്രീ പോകണം. മറ്റത് ഉണ്ടായത്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ സിനിമ കുറച്ചും കൂടെ ഫെസ്റ്റിവൽ കുറച്ചും കൂടെ ജനപ്രിയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഒരു വലിയ സംഭവമേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്യൂറേറ്ററെ ഞാൻ കഴിഞ്ഞ ഉടലാഴം തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ക്യൂറേറ്റർക്ക് ഞാൻ അയച്ച മെയിലുകൾ പോലും അവർ കണ്ടിട്ടില്ല. പക്ഷേ ഫിപ്രസ്കി 2025 10 ഇന്ത്യൻ സിനിമകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്ന് തന്തപ്പേരായിരുന്നു എന്നതുകൊണ്ട് അവരുടെ മെയിൽ എനിക്ക് വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണിത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുക നമ്മൾക്ക് കയറി ചെല്ലാൻ കമേഴ്ഷ്യൽ സിനിമയേക്കാൾ പണിയാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്താകുമ്പം ഇപ്പം നമ്മൾ ഫിലിം ഫ്രീവേ വഴിയാണ് സിനിമ അയക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്കൊന്ന് 13,000 ഒക്കെ സിനിമകൾ ഒരു വർഷം ഇതിൻ്റെ ഒരു ഫെസ്റ്റിവലിന് വരുന്നുണ്ട്. അതിന് ആകെ ചിലപ്പോൾ 10,000 രൂപയായിരിക്കും ഫീസ് ഒരു സിനിമ അയക്കാൻ. പക്ഷെ അങ്ങനെ അയക്കുന്ന സിനിമകൾ അവർ കണ്ടു എന്നുള്ളത് ചിലപ്പോഴൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ സിനിമ കണ്ടതായിട്ട് നമുക്ക് കാണാം. അവർ ഏത് രാജ്യത്ത് വെച്ച് എത്ര സമയം 10 മിനിറ്റൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് സിനിമ തള്ളിക്കളയും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വലിയ റിസ്കി ഫാക്ടറാണ്. നമുക്ക് കേരളത്തിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ 4-5 പ്രൊഡ്യൂസറെ കാണണം, നമ്മൾ പറയുന്ന കഥയെ അവരെ കൺവിൻസ് ചെയ്യിക്കണം, അത്രയും പണിയുള്ളൂ. അതല്ല. ഇത് ഈ സിനിമ അന്തർദേശീയ മേഖലയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. അത് സിനിമ ചെയ്യുന്നതിനേക്കാളും വേറൊരു തരത്തിലുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ ചെയ്യുക, ആ സിനിമ ഇഷ്ടപ്പെടുന്നത് ഫെസ്റ്റിവൽ സർക്യൂട്ടിലാണെങ്കിൽ അതിലോടട്ടെ. നമ്മൾ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തിയേറ്ററിലോടട്ടെ. പക്ഷേ ഓരോ സിനിമയും ഓരോന്നായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരേപോലത്തെ സിനിമ അങ്ങനെ ഒരു സർക്യൂട്ടില്ല. ഇപ്പോൾ കാരണം എൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ വാനപ്രസ്ഥം ചെയ്ത ഒരു മനുഷ്യൻ, പിറവി ചെയ്ത ഒരു മനുഷ്യൻ, ഇപ്പുറത്ത് KG ജോർജ് സാറ്, അപ്പോൾ ഇതുണ്ടാക്കുന്ന അടൂർ സാറ്, പ്രിയദർശൻ്റെ ഫ്രെയിമുകൾ, സിബി സാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, എന്നെ ഇൻ്റർനാഷണൽ സിനിമകളുടെ ഈ കാഴ്ച, ഒരു സിനിമ നമ്മളെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു, അനുഭവിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതാണ് സിനിമ. അല്ലാതെ 2 മണിക്കൂർ വന്നിട്ട് 2 മണിക്കൂർ ത്രില്ലടിപ്പിക്കണമെന്ന് ഞാൻ പറയാം. എനിക്ക് 1 മിനിറ്റ് അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ സിനിമയുടെ മാർക്കറ്റിംഗ് സൈഡ് എപ്പോഴും ഭയങ്കരമായിട്ട് ഒരു പ്രോബ്ലം ആയിരിക്കും. അതായത് ഒരു സിനിമ എന്താവണമെന്ന് നിശ്ചയിക്കുന്നവരെ ഒരുപക്ഷെ മാർക്കറ്റിംഗ് സൈഡായിരിക്കും. കാരണം ആളുകളിലേക്ക് എത്തുന്നതിലും ഈ സംഭവത്തിൽ എൻ്റെ 2 സിനിമ കഴിഞ്ഞ് 3ാമത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മാർക്കറ്റിംഗ് സൈഡ് അത് ഒന്ന് പവർഫുൾ ആവണം എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ ഒരാളെക്കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ ഈ അടുത്ത സിനിമ ഈ പറയുന്ന സിനിമയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന സിനിമ ഒരു വലിയ കമേഴ്ഷ്യൽ ബാക്കപ്പിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതായത് കമേഴ്ഷ്യൽ വെച്ചാൽ ഒരു നല്ല ഫണ്ടുള്ള ഒരു എന്നെ മനസ്സിലാവുന്ന, എന്നിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ സൈഡ് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ തന്തപ്പേരൻ്റെ സമയത്തൊക്കെ പല പ്രൊഡക്ഷൻ സൈഡിലെ ആളുകളെയും സിനിമ പൂർത്തിയായപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ അവർ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരാളോട് നേരിട്ട്, ഒരു സ്ത്രീ നിർമ്മാതാവിനെ ഞാൻ നേരിട്ട്, വിദേശത്തുള്ളവരെ ഞാൻ നേരിട്ട് വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത്തരം സിനിമകളോട് താല്പര്യമില്ല ഇനി, അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കാരണം അവർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയി കണ്ടിട്ടാണ് ഞാൻ അവരെ വിളിച്ചത്, ഞങ്ങൾ നിർമ്മിക്കുക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ IFFKക്ക് അവാർഡ് വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 3 പ്രൊഡ്യൂസർമാർ, ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടാതിരുന്ന ഒരു പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ, ഞാൻ സാറിനെ കുറേ വട്ടം വിളിച്ചിരുന്നു, എനിക്ക് സന്തോഷം തോന്നി. എനിക്ക് ആദ്യം വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നുമല്ല തോന്നി. പക്ഷെ അവരെന്നെ വന്ന് കണ്ടു, ഷെയ്ക്കൻഡ് തന്നു, കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഇതൊക്കെ തന്നെ ഇത്ര ചെറുതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയാൽ അത്തരം സിനിമകൾ സാധ്യമായിരിക്കും. കാരണം ഞാൻ എൻ്റെ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കഥ എൻ്റെ കഥകളായിരിക്കും, ഞാനുമായി ബന്ധപ്പെട്ട്. അത് ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഒരു പ്രൊഡക്ഷനാണ് ഞാൻ തേടുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും. നമ്മൾ കാണാത്ത ഒരു മതിൽ
അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എന്തോ ഒരു അതിര് നമുക്ക് ഈ സിനിമയിലെ മറ്റു പല മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് പല ആളുകളുടെ സംസാരത്തിൽ നിന്ന് അത് ഒരാളെ ആക്സസിബിൾ ആവില്ല. ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആക്ടേഴ്സ് എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ കാണാത്ത മതിലുകളും നമ്മൾ കാണാത്ത അതിരുകളും ഉണ്ടെന്ന് വിശ്വസിച്ചു. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാസ്റ്റിങ്ങിൽ എപ്പോഴെങ്കിലും എത്തിപ്പെടാത്ത? ഒരുപാട് 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 കാസ്റ്റിങ്ങിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആകെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ആളുകളും എനിക്ക് എപ്പോഴും ഓക്കെ ആയിരുന്നു. ഞാൻ തേടുന്നത് എൻ്റെ അഭിനേതാക്കളെ ആയതുകൊണ്ട് ഞാൻ അവരോട് കഥ പറയുമ്പോൾ തന്നെ എനിക്ക് 2 പേര് മാത്രമേ ഡേറ്റിൻ്റെ കാര്യത്തിൽ പോയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നമ്മൾ അക്കാദമിക് മേഖലയിലാണെങ്കിലും ശരി, സിനിമാ മേഖലയിൽ, സാമ്പത്തിക മേഖലയിലാണെങ്കിലും ശരി, കാണാത്ത മതിലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്തോ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഉടലാഴം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡിൽ ഒരു സമയത്ത് പോലും ഉടലാഴം ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവാർഡ് സമിതിയിലേക്ക് ഫസ്റ്റ് ജൂറി കൊടുക്കുന്ന 25 മികച്ച സിനിമകളുടെ കൂട്ടത്തിലും ആ സിനിമ വന്നിട്ടില്ല. അപ്പോൾ അന്ന് മണി IFFKയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസൊക്കെ കാണിച്ചു വെച്ചു, അഭിപ്രായങ്ങളൊക്കെ കേട്ട് വന്ന ഒരു സിനിമ പരിഗണനയ്ക്ക് പോലും വിധേയമായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇനി തന്തപ്പേര് അങ്ങനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിക്കപ്പെടുന്ന ഇടത്ത് വെച്ച് നീതി, അല്ലെങ്കിൽ ആ കലാ സൃഷ്ടിയോട് കാണിക്കുന്ന നീതി കാലത്തിന് മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത്. കലയുടലാഴത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. ഇതിന് കിട്ടിയിട്ടില്ല, തന്തപ്പേരിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇരിക്കില്ലല്ലോ. IFFKയിൽ തന്തപ്പേരിന് കിട്ടിയിരുന്നില്ല എങ്കിൽ, അതിന് ഈ പറയുന്ന പുരസ്കാരങ്ങൾ കിട്ടിയിരുന്നില്ല എങ്കിൽ ഞാൻ വീണു പോകില്ല, ഞാൻ അടുത്ത സിനിമയിലേക്ക് പോകും. പക്ഷേ അനുഭവിക്കും, കഷ്ടപ്പെടും നന്നായിട്ടാണ്. അതിലപ്പുറത്ത് നമുക്കിപ്പം ഉണ്ണികൃഷ്ണൻ ആവള എന്നൊരു ഡയറക്ടർ ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ഡയറക്ടറായി വന്ന ആളാണ്. ഒരു ഗോഡ് ഫാദേഴ്സ് ഒന്നോ എവിടെ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മാറിപ്പോയാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം എൻ്റെ ഒരു രജിസ്റ്റർ ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അച്ഛൻ ഉച്ചവരെ ജോലി ചെയ്യുകയും ആ ഓഫീസ് അടിച്ചു വാരുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് വരും. പക്ഷേ ആദ്യകാലങ്ങളിൽ ഞാൻ ഭയങ്കര സവർണനായ ജന്മിയായ ഒരാളായിട്ടാണ് ഉടലാഴക്കാലത്ത് സിനിമാ വിമർശകരായ കുറേ മനുഷ്യർ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തന്തപ്പേരിലെത്തുമ്പോൾ എനിക്കതിൻ്റെ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ സംഭവിക്കപ്പോഴും എനിക്ക് തോന്നുന്നു, ഒരു ഡയറക്ടർ അയാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ രീതികളൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു രീതി ഇല്ല. പക്ഷെ അതേ സമയത്ത് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വെളിപ്പുറത്ത് എനിക്ക് അങ്ങനെയുള്ള ആളുകളുണ്ട് താനും. അപ്പം പക്ഷെ ഞാൻ ഇന്നേ വരെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കമൽ സാറിനെ വിളിച്ചിട്ടില്ല, സിബി സാറിനെ വിളിച്ചിട്ടില്ല, അങ്ങനെയുള്ള ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. കാരണം ഞാനിത് വിളിക്കില്ല എന്നുള്ളതാണ് അവർക്ക് എന്നോടുള്ള സ്നേഹം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ വിളിയില്ല. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു ഫോൺ നമ്പർ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല. അത് ഏറ്റവും അവസാന സമയത്തെ അതല്ലാതെ വേറെ വഴി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, നമുക്കത് അങ്ങനെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗോഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം എൻ്റെ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നയാളുടെ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ സൈഡ് വിശ്വാസം കൂടും, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയാം എന്നുള്ളത്. മറ്റത് നമ്മൾ 2 സിനിമ ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് വേണം ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയാം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ, ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്തേക്ക് പോകാൻ മാത്രം ഇപ്പോൾ കോൺഫിഡൻസിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയില്ലേ? എന്നെ മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ 5 മാസം എടുത്തു. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എൻ്റെ 20 മിനിറ്റ് ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ ചെയ്യുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ അവരുടെ മുതലിന് ഒരു തരത്തിലും നഷ്ടമുണ്ടാക്കില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്മാറും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ സൈഡ് ആളുകൾ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻഡിവിജ്വലി പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും മുൻ അനുഭവമുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്, നല്ല കാര്യം. സിനിമാ മേഖലയിൽ എപ്പോഴും ഞാനിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൂടിക്കാഴ്ചയുടെ സമയത്തിൻ്റെ ഒരു സംഭവം പറഞ്ഞ പോലെ, നമ്മൾ ഒരാളെ കണക്ട് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും കൂടുതലായിട്ടാണ് അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതിരുകൾ പലപ്പോഴും എവിടേക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു കാരണവുമില്ലാത്ത കുറേ തിരക്കുകളും ഒരു കാരണവുമില്ലാത്ത കുറേ മാറ്റി നിർത്തലുകളും നടക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ്, അതായത്
ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് എപ്പോഴും എന്ത് ചെയ്യണം, തിരക്ക് കൂടുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മാനേജർ വരുന്നുണ്ട് അതിനിടയിൽ. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റികൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ നോ പറയാൻ ഡയറക്റ്റ് പറയാതെ വരുമ്പോൾ നോ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം, അതായത് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു, തോളിൽ കൈയിട്ട് നടന്ന ഒരു റൂമിൽ നമുക്ക് ഒരുമിച്ച് ഇരുന്ന നായകന്മാർ ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ഫോൺ കോളിന് അപ്പുറത്തേക്ക് അവർ ബന്ധങ്ങളില്ല. അതായത് ജസ്റ്റ് കാണുമ്പോൾ ഹായ് എന്തൊക്കെയുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറി. സിനിമ പലപ്പോഴും അങ്ങനെ കൂടിയാണ്. പക്ഷേ ഏറ്റവും മികച്ച സിനിമകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ ആ ഒരു ടീം വർക്ക്, നമ്മളെ മനസ്സിലാവുന്ന ആളുകളുടെ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷെ ആ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും സിനിമ ചെയ്തു എന്നെനിക്ക് തോന്നുമ്പോൾ എനിക്കതിൽ ഏറ്റവും കിട്ടിയ ഭാഗ്യം ഈ പറഞ്ഞ ലക്ക് ഫാക്ടർ അല്ല. കാരണം ഉടലാഴം കഴിഞ്ഞ് തന്തപ്പേരിലേക്ക് എത്തി നിന്ന സമയത്ത് എൻ്റെ കൂടാകെ 3-4 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ആ 4 മനുഷ്യർ ഇനി എത്ര കാലം ഞങ്ങൾ പരസ്പരം സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒപ്പം ഉണ്ടാവുന്ന മനുഷ്യരാണ്. അതെൻ്റെ തകർച്ചയിലും, കാരണം ഞാൻ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പുറത്തുനിന്ന് സിനിമ എന്ന് പറയുന്ന മോഹത്തിൻ്റെയും വ്യാമോഹത്തിൻ്റെയും പുറകിൽ നമ്മളെ കൂടെ ഭയങ്കര അടുത്ത ബന്ധുക്കളായി വന്ന് സെറ്റിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസിൻ്റെ, കാരണം സെറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രഷർ ചില്ലറയായിരിക്കില്ല. പ്രൊഡക്ഷൻ്റെ സൈഡ് നോക്കണം, സിനിമയുടെ എഴുത്തിൻ്റെ ഭാഗം നോക്കണം, അങ്ങനെ 100 കണക്കിന് ടെൻഷൻ അടിക്കുന്ന നമ്മളെ സമയത്ത് നമുക്ക് ചിലപ്പോൾ സമാധാനമായിട്ട് പെരുമാറാനൊന്നും കഴിയില്ല. നമ്മളുടെ നിന്ന് ചിലപ്പോൾ നമ്മൾ പൊട്ടിപ്പോവും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കൂളാണ്, നമ്മൾ വെറും മനുഷ്യരാണ്, നമ്മളവരെ കെട്ടിപ്പിടിക്കും. ഇതൊന്നും ചിലപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയണമെന്നൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെറ്റിൽ എൻ്റെ സെറ്റിൽ തന്നെ പറയാം, എൻ്റെ സെറ്റിൽ ഞാൻ അങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് ആവശ്യത്തിന് അധികമുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പം എൻ്റെ സിനിമകൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുപെട്ടതിരിയാണ് ഉടലാഴം എഡിറ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്ററി മുതൽ എനിക്കൊപ്പമുള്ള ജിനു ശോഭ ആണ് തന്തപ്പേര് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറ മുഹമ്മദ് എ, അസോസിയേറ്റ് ക്യാമറയായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ചന്തു മേപ്പയൂർ, ഹിഷാം, എപ്പോഴായാലും ക്രിയേറ്റീവായിട്ടുള്ള സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അപർണ, അങ്ങനെയുള്ള ഒരു വലിയ ടീം. ഇതിൻ്റെ അകത്ത് മ്യൂസിക്കാണ് എനിക്ക് സിനിമയിൽ ഏറ്റവും കുറച്ച് മ്യൂസിക് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് മ്യൂസിക് വളരെ നിർണായകമാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ചിന്തകളെ അത് കൃത്യമായി അത് എന്താ പറയുക, ഒരു വെളിച്ചം, ഒരു വസ്തുവിലേക്ക് വെളിച്ചം കൊടുക്കുന്ന പോലെയാണ് ഒരു ദൃശ്യത്തിലേക്ക് അതിൻ്റെ ശബ്ദവും അതിൻ്റെ സംഗീതവും എന്ന് വിശ്വസിക്കുന്നു. സംഗീതം വേണമെന്നില്ല സിനിമയ്ക്ക്, പക്ഷെ എന്നാലും ചില ഇടങ്ങളിൽ അതിൻ്റെ ഒച്ച സംഗീതമാവുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം കഴിഞ്ഞ സിനിമയ്ക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബിജുവാലാണ്. അപ്പം ബിജുവേട്ടനെ പോലെ ഒരു മനുഷ്യൻ എൻ്റെ ആദ്യത്തെ സിനിമ കണ്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, അതായത് വിഷ്വൽസ് കണ്ടിട്ടാണ് അദ്ദേഹം ഓക്കെ പറയുന്നത്. അതിൻ്റെ മ്യൂസിക് സിത്താര കൃഷ്ണകുമാറും മിഥുൻ ജയരാജുമാണ്. അപ്പം സിത്താര ടീച്ചറെ പോലെ ഒരാൾ എൻ്റെ വരികൾക്ക് ഈണം നൽകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയിൽ സംഭവിക്കുന്നതാണ്. അപ്പം ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഈ തന്തപ്പേരിൽ പാട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രൊമോ സോങ് പോലെ പ്ലാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ നേരെ വിളിച്ചത് ടീച്ചറെയാണ്, സിത്താര കൃഷ്ണകുമാറിനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും പണത്തിൻ്റെ പേരിലുള്ളതല്ല, നമ്മുടെ കലയുടെയും ആ കലയ്ക്ക് പുറകിലുള്ള ഒരു മനസ്സിനോടും അവർ കാണിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം മ്യൂസിക്കിലേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു ഇവിടെയുള്ള ഒരു സംഗീതം ചെയ്യുന്ന ആളുകൾ വേണ്ട, നമുക്ക് വേറെ ഒരു സ്റ്റൈലുള്ള മ്യൂസിക്കാണ് വേണ്ടത്. അപ്പം അത് ഞാനിങ്ങനെ ആലോചിച്ചപ്പം പെട്ടെന്ന് ആസ്ട്രേലിയയിലുള്ള ജാനകി ഈശ്വരനാണ് എൻ്റെ മനസ്സിൽ വന്നത്. ജാനകി പാടി 1-2 പാട്ടുകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഒരു പരിവരിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ജാനകി പകുതി മലയാളിയാണ്. അപ്പോൾ അവരെ പല കോണ്ടാക്റ്റുകളിലൂടെ അവിടെ എത്തുന്നു, സംസാരിക്കുന്നു. ഭാഗ്യത്തിന് മെൽബണിൽ ഉടലാഴം കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉടലാഴ ബന്ധം അവിടെ ഉള്ളത് കൊണ്ട് അവർ വില്ലിങ് ആവുന്നു. അടുത്ത മീറ്റിങ്ങിൽ ഞങ്ങൾ സംസാരിക്കുന്നു, അത് സെറ്റായി. അവർ ജാനകീശ്വരൻ്റെ ഒരു ഹമ്മിങ്ങിൽ തുടങ്ങിയതാണ് ഈ സിനിമയുടെ ഫീൽ എന്ന് പറയുന്നത്. പക്ഷേ ജാനകിക്കൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ വേറൊരാളും കൂടെ വേണമായിരുന്നു. അയാളെയായിരുന്നു ഞാൻ ഒരു വർഷങ്ങളെടുത്ത് തപ്പിയിട്ടാണ് എനിക്ക് അയാളെ കിട്ടുന്നത്. കാരണം എന്നെ മനസ്സിലാവുന്ന എൻ്റെ ഉള്ളിലുള്ള ഒച്ചപ്പാടുകൾ എന്താണെന്ന് അറിയുന്ന ഒരാൾ, അതാണ് ഋതു വൈശാഖ്. ഋതുവിനെ പോലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നു 3 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലുള്ള ഒരു കുഞ്ഞു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്തപ്പേരിന് മ്യൂസിക് ചെയ്യുന്നത്. അതായത് ജാനകിയുടെ വോക്കലിന് ഇദ്ദേഹമാണ് ഫില്ല് ചെയ്യുന്നത്. ഇദ്ദേഹം ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് അതായത് 5-6 ദിവസം ഉറക്കൊഴിഞ്ഞിട്ട് പോലും വേറെ വർക്ക് ചെയ്തിട്ട് ആണ് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുക.
അപ്പം മൂപ്പര് ഇതെടുത്ത് വായിച്ചിട്ട് അപ്പം റെക്കോർഡ് ചെയ്തിട്ട് ഇതിങ്ങനെ വിഷ്വൽ പോസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം ഋതുവ് അശോകിനെ പോലെ ഒരാൾ മ്യൂസീഷ്യനായിട്ട് സിനിമയിലേക്ക് വരുന്നു. അതേപോലെ ക്യാമറാമാനെ കുറിച്ച് എനിക്ക് പറയാതെ വയ്യ. കാരണം മോക്ക ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ചാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാട്ടോഗ്രാഫറാണ് അദ്ദേഹം. അപ്പം ഞാൻ ആദ്യം പറയുന്നൊരു സാധനമുണ്ട്, എൻ്റെ സിനിമയിൽ ക്യാമറ എന്ന് മാത്രമേ ഞാൻ കൊടുക്കുകയെ. കാരണം അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട സിനിമയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇതിനെ ടെക്നിക്കലി ഒപ്പിച്ച് തരിക എന്നുള്ളതാണ് ജോലി. അപ്പം സിനിമയിൽ പുറത്തുള്ള വെളിച്ചം ഉപയോഗിക്കാതെ കഴിയാവുന്നത്. കാരണം ഞാൻ ചെയ്ത അഭിമുഖങ്ങളിൽ മാധ്യമ ആഴ്ചപ്പതിപ്പിന് വേണ്ടിയിട്ട് റസാഖ് കോട്ടക്കലിനെ 2 ലക്കങ്ങളായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു റസാഖ് കോട്ടക്കലിൻ്റെ അത്ര ദീർഘമായ ഇൻ്റർവ്യൂ തന്നെ വളരെ കുറവാണ്. ദീർഘമായ ഇൻ്റർവ്യൂ അത് ഞാൻ ഒരു 8-9 മാസം കൊണ്ടാണ് ആ 2 ലക്കം പൂർത്തിയാകുന്നത്. അറിയാലോ, ഇരിക്കും, ചിലപ്പോൾ മൂഡ് ഓഫ് ആവും, നീ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയും. അവസാനം ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പ്രസ് സെറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് കൊടുക്കണ്ടായിരുന്നു. അത് ഞാൻ അന്നത്തെ മൂഡ് പറഞ്ഞാണ് കൊടുക്കണ്ടായിരുന്നു. റസാഖ കുടുങ്ങിയില്ലേ. അപ്പോൾ PK എന്നോട് വന്നു, പാർക്കടവ് PK പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച്. പക്ഷേ പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തല താഴ്ത്തി പോകുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, അതിന് ഇൻ്റർവ്യൂ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം നീ ഒരു കലാകാരനാണല്ലോ, കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പം റസാഖയുടെ ചിത്രങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ട ഈ ഒരു 1.5 വർഷത്തെ ഞാൻ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷ്വലുകളുണ്ട്. ഇതാണ് എൻ്റെ സിനിമയുടെ ശരിക്കും ബേസിക് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ വെളിച്ചം വേണ്ട, സ്വാഭാവിക വെളിച്ചം മതി. ഇനി അല്ലെങ്കിൽ നമ്മൾ പഴയ മഞ്ഞ വെളിച്ചമുണ്ടല്ലോ, ഫിലമെന്റ്, അതിന്റെ വെളിച്ചാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ പന്തം. ഇപ്പം പന്തം പോയിട്ട് വേറൊരു തരത്തിലുള്ള സാധനം കൂടെ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ട് പറഞ്ഞു തരില്ല. കുന്തിരിക്കം കത്തിച്ചിട്ടടക്കം ഞങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നത്, അതിനെ ആ രീതിയിൽ എനിക്ക് ഏഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നീഷ്യൻസിനെ ഞാൻ നോക്കുക. മുഹമ്മദ് എന്ന് ഞാൻ എന്നാ പറയാം, മൊക്കയെ പോലെ ഒരാൾ വരുമ്പോൾ എനിക്കത് എളുപ്പമാണ്. കാരണം വെള്ളത്തിൽ ടോർച്ച് അടിച്ചിട്ടാണ് തന്തപ്പേരിന്റെ ഫൈനൽ ഞാൻ ഷൂട്ട് ചെയ്തത്. കാരണം വെള്ളത്തിൽ ടോർച്ച് അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ സെറ്റിൽ എൻ്റെ വീടിനടുത്തുള്ളൊരു സെറ്റാണിത്. അപ്പം അവിടെ മാസങ്ങളിൽ പല ദിവസങ്ങൾ പോയിരിക്കും. അവിടെ പോയിരുന്നിട്ട് ഓരോ സമയത്ത് ഇപ്പം 10 മണിക്ക് അവിടെ വെയിൽ എവിടെ അടിക്കുക, ആ വെയിലടിക്കുമ്പം എവിടെയാണ് ഇത് റിഫ്ലക്ഷൻ വരിക, അങ്ങനെ ഇരുന്നിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു കല്ലിൽ അവിടെ എത്ര മണിക്കൂറിൽ വെളിച്ചം കിട്ടും. അങ്ങനെയാണ് ആ സെറ്റ് പ്ലാൻ ചെയ്തത്, അപ്പോൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചത്തിൽ ടോർച്ച് അടിക്കുമ്പോൾ രാത്രി എന്താണ് സംഭവിക്കുക, ഇത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ത്രില്ലിൽ നമ്മൾ പോയി അങ്ങ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇത് ഇന്നേ 4 പാറകൾ ഇത് വരുന്നത് വേറൊരു ഇമേജാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എഴുതി വെക്കുന്നു, ആ ദിവസം വേറൊരു ദിവസം അതേ സമയത്ത് അവിടെ പോയി ഷൂട്ട് ചെയ്ത് വരുന്നു. അപ്പം ഇങ്ങനെ ഇതുകൊണ്ടാണ് എനിക്ക് ചിലവ് കുറച്ച് പടം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ പണി ഒറ്റയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇത് വേറൊരു ക്യാമറമാനാണെങ്കിൽ എന്ത് ചെയ്യും, മൂപ്പര് ഇവിടത്തേക്ക് വേറെ ലൈറ്റ് വെച്ച് റിഫ്ലക്ട് ചെയ്ത് എനിക്ക് താങ്ങൂല. അപ്പൊ ഇത് മനസ്സിലാക്കി റിസൾട്ട് വരുമ്പം ഇത് മോക്കൊക്കെ അറിയാം അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കും ഉണ്ണി പറയുന്നത് ചെയ്താൽ എന്ന്. ഈ ഒരു ബന്ധമാണ് ഇത്. അതേപോലെ ഋതു ഞങ്ങളുടെ പടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആയിട്ട് മ്യൂസിക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത് റഷ്യയിലുള്ള ഒരു മ്യൂസീഷ്യനാണ്. അയാൾ ബാലിയിലാണ് താമസിക്കുന്നത്. കാരണം അദ്ദേഹം വായിച്ച ഒരു ഇൻസ്ട്രുമെന്റിൽ എന്നെ എങ്ങനെ കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദിമിത്രിയാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ കുറേ സാധനങ്ങൾ വായിച്ച് അയച്ചത്. എല്ലാം മെയിലിലൂടെ അദ്ദേഹമായിട്ട് ഋതു. അപ്പോൾ ഇത് എനിക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ദിമിത്രിയായിട്ട് കണക്ട് ചെയ്യുന്നതും പൈസ അയക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വർക്ക്. പിന്നെ ഹിഷാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി എനിക്ക് പെർഫെക്റ്റ് ആവാൻ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനാണ് ഞാനിങ്ങനെ എന്നോട് ചോദിക്കും എനിക്ക് മെയിൽ അയക്കാൻ എത്ര പണി, അതൊരു ശീലമാണ്. അപ്പം അതിനെ ഫുൾഫിൽ ചെയ്യുന്ന ഹിഷാമാണ്. ജിനു എന്ന് പറഞ്ഞാൽ ആദ്യം ജിനു കട്ട് ചെയ്യും, ജിനുവിന് വേണ്ട കട്ട് ചെയ്യും, പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ കുറച്ചുകൂടി മറിച്ച് കട്ട് ചെയ്ത് തരും. ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്ന മനുഷ്യർ കൂടെ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു ഇപ്പം മിക്കപ്പോഴും ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി കഴിഞ്ഞ് അടുത്ത ഡോക്യുമെൻ്ററി ഞാൻ അതിൻ്റെ അസോസിയേറ്റിന് അസിസ്റ്റൻറ്റിനൊക്കെ ആയിരിക്കും ആക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാനല്ലാതെ എൻ്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്ത അല്പം ചന്തുവിനെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത ഒരാൾ അവർക്ക് അടുത്ത സിനിമയിൽ അവർ ക്യാമറമാനായിട്ട് വരുന്നു അല്ലെങ്കിൽ മ്യൂസീഷ്യനായിട്ട് വരുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ് അവർക്ക്. അതുകൊണ്ടാണല്ലോ അവർ എൻ്റെ കൂടെ അത്രയും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ടീം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. അവരിൽ നിന്ന് സിനിമയും ഉണ്ടാവും. അതാണ് ആ ലെഗ് ഫാക്ടർ. നമുക്ക് ലെഗ് ഫാക്ടറിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ ഒരു കൂട്ടം കൂടെ നിൽക്കുന്നു. അതെ.
അധ്യാപകൻ അതുപോലെ സിനിമാ സംവിധായകൻ ഒരുപാട് റോളുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇത് രണ്ടും അല്ലാത്ത ഒരു ഉണ്ണികൃഷ്ണൻ അവള എന്ന് പറയുന്ന വ്യക്തി വേറെ ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാനിങ്സ്? എന്തൊക്കെയാണ്? സിനിമ തന്നെയാണോ? സിനിമ മാത്രമാണോ? നെക്സ്റ്റ് എന്ന് പറയുന്നതിന് ഞാൻ കൃത്യമായി മറുപടി പറയുന്നില്ല. ഒപ്പം മീൻസ് സൈഡിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ എഴുതുമ്പോൾ കുട്ടികളെ കൂടെ നിൽക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന സന്തോഷം പോലെ ചിലപ്പം എനിക്ക് അതിനേക്കാൾ ഇത്തിരി കൂടെ സന്തോഷം കിട്ടുന്ന ഒരു പണി കൃഷിയാണ്. അപ്പം ഞാൻ ഒരു 20 കർഷകനാണോ? അങ്ങനെ കർഷക കുടുംബത്തിനാണ് വരുന്നത്. അപ്പോൾ ഒരു 22 വർഷത്തോളം ഞാൻ കുട്ടികളുടെ മുന്നിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതേ സമയത്ത് തന്നെ എനിക്കിതിനോട് പൊതുവിദ്യാഭ്യാസത്തോട് ഭയങ്കരമായ ആദരവുള്ളൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ആ ഒരു സിസ്റ്റത്തെ അങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കൂടെ ഏഡ് ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ സാമൂഹ്യ ജീവിതം പുതിയ കാലത്തെ കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് ഊർന്നു പോകുന്നത്. അപ്പം നമ്മൾ ഭക്ഷിക്കുന്ന നമ്മൾ ഒരു സാധനം കഴിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുത്ത് അത് വാങ്ങും, പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളൊരു കൃഷി സ്ഥലത്ത് പോയാൽ മാത്രമേ അതെങ്ങനെ. അപ്പം ഇങ്ങനെ ഞാൻ കണ്ട അനുഭവങ്ങളിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നമ്മളിപ്പം നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു 10 മാസം അത് വാഴ കന്ന് തൊട്ട് ആവുന്നത് വരെയുള്ളൊരു ഘട്ടത്തിലൂടെ നിങ്ങളൊന്ന് കടന്നു പോയാൽ മതി, നിങ്ങൾ ഒരിക്കലും അത് കൊടുക്കില്ല. അപ്പം ഇങ്ങനെയുള്ള അപ്പോൾ അതെന്താണ് ഈ കർഷകനെ സംബന്ധിച്ച് ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് അവന് ജീവിക്കണ്ടേ. അപ്പോൾ ഇതിലെവിടെയോ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളെ മണ്ണുമായിട്ട് ചേർത്ത് വെക്കുന്ന ഒരു 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 കുഞ്ഞു പള്ളിക്കൂടത്തിൻ്റെ ഒരു പണിയിലൂടെയാണ് ഞാൻ പൊതുവിദ്യാഭ്യാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മേക്കേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം. അവിടെ എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ വന്നിരിക്കാൻ പറ്റുന്ന ഒരിടം, മറ്റൊരു ആംഗിളിൽ നിന്ന് ജീവിതത്തെ കാണാൻ പറ്റുന്ന ഒരിടം കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ പുറകെയാണ്. എനിക്കൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു വിത്ത് മുളച്ച് 2 ഇല 4 ഇല 10 ഇല ചില്ലയായി മരമായി മാറുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞു കുറേ അത് തരുന്നൊരു വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ സിനിമയുടെ പ്രശസ്തിയോ ഈ പറയുന്ന ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കുട്ടികളുള്ള സ്നേഹവും കഴിഞ്ഞാൽ എൻ്റെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയുസ്. കാരണം ഒരു മരവും നമ്മളെ ചതിക്കില്ല, ഒരു മരവും നമ്മളെ ഒന്നും ചെയ്യില്ല, നിരാശപ്പെടുത്തില്ല. അതിലൊരു കിളി വന്നിരിക്കുമ്പോൾ അതിലൊരു ചില്ല കൂട്ടുമ്പോൾ അതിനൊന്നും പൂവിടുമ്പോൾ കിട്ടുന്ന അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വരയ്ക്കി. അതാണ് ബേസിക്കലി ഞാൻ. എവിടെ പ്രൊജക്ട്? നാട്ടിലാണോ? എവിടെയാണ്? വയനാട്ടിലാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ അധികം വൈകാതെ ഒരു വൺ പ്രൊജക്റ്റ് ആയിട്ട് അത് ഔട്ട് ആവും. പക്ഷെ ഞാൻ എന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് തൊട്ടിട്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിനിമയും എഴുത്തും ഒക്കെ പോലെ. ഓക്കെ, അതിലാണ് ഞാൻ മുഴുവനും. സിനിമയില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോകാനുള്ള എനിക്ക് ഇപ്പോൾ അടുത്ത സിനിമ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സംവിധാനം സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അടുത്ത സിനിമ ആയിട്ടില്ലെങ്കിൽ. പക്ഷെ എനിക്കത് ഇല്ലാത്തത് ഞാൻ വരുന്ന സിനിമയെ മാറ്റിവെക്കുന്നത് ഇതിനെ കുറച്ചും കൂടെ ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടായി വരേണ്ട ഒരു ഇടമായിട്ടാണ് ഞാനല്ല കേട്ടോ, അവിടെ വന്നിരുന്ന് ഉണ്ടാക്കേണ്ട അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇരിക്കാനുള്ള ഒരു ഇടം ഞാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്. എൻ്റെ ക്ലാസ് മുറിയിൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത ടെക്സ്റ്റിലില്ലാത്ത മറ്റൊരു തരത്തിലുള്ള ജീവിതം കൂടെ ഉണ്ട്. ജീവിതം വളരെ സിമ്പിൾ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ 60 വയസ്സിലേക്ക് എത്താൻ എനിക്ക് ഇനി ആകെ 16 കൊല്ലമേ ഉള്ളൂ. 16 കൊല്ലം എന്ന് പറഞ്ഞ കഴിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ ജീവിക്കാൻ കുട്ടികളോടൊന്ന് പറയാനുള്ള പ്രകൃതിയിൽ നിന്നുള്ള കുറച്ച് പാഠങ്ങൾ കൂടി അതും കൂടെ അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്തായാലും കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും നല്ല നല്ല സിനിമകൾ കൂടുതൽ ഈ ഒരു സമൂഹത്തിന് നൽകാൻ കഴിയട്ടെ. ഏറ്റവും നന്നായിട്ട് സന്തോഷമുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊജക്റ്റ് പോലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ. എന്തായാലും ഇനിയും അധികം വൈകാതെ നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല കുറച്ചും കൂടി ഞാൻ ഇപ്പോഴും സക്സസ് എന്നല്ല അതിൻ്റെ അപ്പുറത്തു കൂടി കുറച്ചും കൂടി ഏറ്റവും മികച്ച രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ നന്മയും നേരുന്നു. താങ്ക് യു. 5 മാസം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കാതിരുന്നിട്ടില്ല തോന്നുന്നു. ഫോളോ ചെയ്ത് ഇങ്ങനൊരു ഇന്റർവ്യൂയിലേക്ക് എന്നെ ഇവിടെ ഇരുത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര മിടുക്കനാണ്, നിങ്ങൾക്ക് പറ്റിയ പണിയാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ സ്നേഹത്തിന് ആദ്യമേ നന്ദി. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനാവട്ടെ. സിനിമയാണെങ്കിൽ സിനിമ, കൃഷിയാണെങ്കിൽ കൃഷി, സ്കൂളാണെങ്കിൽ സ്കൂൾ, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവട്ടെ, എല്ലാവരും അങ്ങനെ ആവട്ടെ. താങ്ക് യു.